ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുന്നു. തത്സമയം പ്രതികരിക്കാൻ തയ്യാറായില്ല. ഖേദം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ എത്തിച്ചു. ചെമ്മണ്ണൂരിനെതിരെ കൂടുതൽ വകുപ്പുകൾ പരിഗണനയിലുണ്ടെന്നാണ് ACP നേരത്തെ പ്രതികരിച്ചത്. മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുത്തു. പരാതി സിനിമാ പ്രചാരണം ലക്ഷ്യമിട്ടല്ല, ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നും ACP നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ബോബി ചെമ്മണ്ണൂർ ഇന്ന് പ്രതികരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ജിജീഷ് ഒപ്പം ചേരുന്നു. നിഷാദ് ലീവാണ് ഒപ്പമുള്ളത്. നിഷ, പുതിയ വിവരങ്ങൾ എന്താണ്? ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കും. എന്തായാലും ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ജാമ്യത്തിനായി ശ്രമം നടത്തുന്നുണ്ട്. നടിയുടെ പരാതിയിൽ വിശദമായി തന്നെ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് ചോദ്യം ചെയ്തു. ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അതായത് പഴുതടച്ച റിമാൻഡ് റിപ്പോർട്ട് അടക്കമാണ് പോലീസ് തയ്യാറാക്കുന്നതെന്നാണ്. എന്തായാലും ലൈംഗിക അധിക്ഷേപത്തെ തുടർന്ന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എടുത്ത കേസാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും വളരെ വിരളമാണ്. ഏതാണ്ട് പകുതി ശതമാനം 50-50 ചാൻസ് ആണ് ജാമ്യം ലഭിക്കാനുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുവരും. ബോബി ചെമ്മണ്ണൂർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങളും അശ്ലീല പരാമർശങ്ങളും ഒക്കെ നടത്തിയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫോൺ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഫോറൻസിക് പരിശോധനയ്ക്കായി ഫോൺ വിധേയമാക്കുന്നുണ്ട്. മാത്രമല്ല ഈ യൂട്യൂബ് ചാനലുകളുമൊക്കെ ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം, കാരണം നിരവധി സമൂഹ മാധ്യമങ്ങളിൽ നിരവധി യൂട്യൂബ് ചാനലുകളിലും ഒപ്പം തന്നെ വ്യത്യസ്ത സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ നടിയെ മാത്രമല്ല സ്ത്രീകളെ അടക്കം അധിക്ഷേപിച്ചുകൊണ്ടിരുന്ന ദ്വയാർത്ഥ പ്രയോഗമുള്ള പോസ്റ്റുകൾ, അതിന് താഴെ വരുന്ന കമന്റുകൾ, അതെല്ലാം തന്നെ പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും യൂട്യൂബർമാരുമായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന റാക്കറ്റുമായിട്ടോ ഒക്കെ ബോബി ചെമ്മണ്ണൂരിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അടക്കമായിരിക്കും എന്തായാലും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കമുണ്ടാകുക. അങ്ങനെ പഴുതടച്ച ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള പഴുതടച്ച രീതിയിലുള്ള റിമാൻഡ് റിപ്പോർട്ട് ആണ് പോലീസ് തയ്യാറാക്കിയിട്ടുള്ളതാണ് എന്നാണ് വിവരങ്ങൾ. എന്തായാലും അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുവരും. മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻപിള്ളയാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരാകുന്നത്. അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ അല്പസമയം മുമ്പാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ ഇവിടെ കോടതിയിൽ ഹാജരാക്കാനായി ഇറക്കിയിട്ടുള്ളത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കും. കൃഷ്ണരാജ്, സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞത് കോടതിയിൽ എത്തിച്ചു എന്നാണ്. കോടതിയിൽ അല്പസമയത്തിനകം എത്തിക്കും.